ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണോ? ഞാനും സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് നമ്മുടെ മുറ്റത്തൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന, നമ്മുടെ വീടുകളിൽ നല്ല സുലഭമായിട്ട് കിട്ടുന്ന ഒരു 2 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് രേഷ്മ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പാചക രീതികളും പിന്നെ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ബ്യൂട്ടി ടിപ്പുകളും ഒക്കെയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഒന്ന് എനേബിൾ ചെയ്തേരെ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സിറത്തിന് വേണ്ടി തയ്യാറാക്കാനായിട്ട് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ കറിവേപ്പിലയാണ്. കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കരിവേപ്പിലക്കാളും നല്ലത് നമ്മുടെയൊക്കെ മുറ്റത്തുണ്ടാവുന്ന കരിവേപ്പിൻ്റെ ഇലയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഞങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനെയാണ് പറയുന്നത്, കറിവേപ്പില. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് തന്നെ വേണം. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ പ്രത്യേകിച്ച് മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് നല്ലതുപോലെ കഴുകി അതിൻ്റെ മഞ്ഞളും എല്ലാം കളഞ്ഞ് അതിൻ്റെ മരുന്നുകളെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം എടുക്കാവുള്ളൂ. അപ്പോൾ ഇത് ഒരു ഇടികല്ലിലിട്ട് നമുക്ക് ഇടിച്ചെടുക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയിൽ അരയ്ക്കേണ്ട കാര്യമില്ല, കാരണം കുറച്ച് ക്വാണ്ടിറ്റി മതി. നമുക്കിതിൻ്റെ നീര് കുറച്ചെടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ഇടിച്ച് ചതച്ച് അതിൻ്റെ നീരെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്കൊരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിക്കാം. വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഒഴിക്കാമെങ്കിൽ അത്രയും നല്ലതാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കെല്ലാം, നമ്മുടെ മുടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കെല്ലാം നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു മെത്തേഡ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു രീതി ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമുക്കിത് എടുത്തതിന് ശേഷം നമ്മുടെ മുടി ഇങ്ങനെ പാർട്ടായിട്ട് തിരിക്കാം. നമുക്കിങ്ങനെ ചെറിയ ചെറിയ വകച്ചിൽ കൂണൊക്കെ എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി. അപ്പോൾ ഒരു പിടുത്തം അളവിൽ കറിവേപ്പില വേണ്ട, കുറച്ച് കറിവേപ്പില മതി. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. എന്നിട്ട് നമുക്കിത് നമ്മുടെ സ്കാൽപ്പ് ഫുള്ളായിട്ട് തേച്ച് കൊടുക്കണം. നമ്മുടെ തലയുടെ ബാക്കി വശത്തും മുടിയും നമുക്ക് തേക്കേണ്ട കാര്യമില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിനകത്തിലെ ഇഞ്ചിയും നമ്മുടെ ഈ കറിവേപ്പിലയുടെയും ആ ഒരു നീരുണ്ടല്ലോ, അതിലുള്ള ഈ ആന്റി ഫംഗലിന്റെ ആ ഒരു സവിശേഷത ഗുണം നമ്മുടെ ഉണ്ടാകുന്ന ഇച്ചിങ്, ചൊറിച്ചില്, താരൻ, പേൻ ശല്യം ഇതൊക്കെ മാറാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മുടിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സ്കാൽപ്പ് വൃത്തിയായെങ്കിലും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി കിളിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ സ്കാൽപ്പ് വൃത്തിയാകാൻ ഈ ഒരു സൊല്യൂഷൻ നല്ലതാണ്. പിന്നെ അത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതേപോലെ ഒരു പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചീക്കി കൊടുക്കുക. അതെന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ മസാജ് ചെയ്യാൻ മടിയായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഇത് റെക്കമെൻഡ് ചെയ്യുന്നു. എന്താന്ന് പറഞ്ഞാൽ മസാജ് ചെയ്യുന്നതിന് ഒരു തുല്യമായിട്ടുള്ള ഒരു ഇഫക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതേവണക്കുള്ള ചീപ്പ് ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് നന്നായിട്ട് തല കുനിച്ചിട്ട് ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും എല്ലാം നന്നായിട്ട് ചീകി കൊടുക്കുക. എങ്കിലും നമുക്ക് ആ ഒരു മസാജ് ചെയ്തതിന്റെ ഒരു ഇഫക്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. വെറുതെ വാരി വെച്ച് കെട്ടിയിട്ട് കാര്യമില്ല. ഇങ്ങനെ ഒരു 10-20 മിനിറ്റ് എങ്കിലും നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുടി കെട്ടിവെക്കുക. എന്നിട്ടൊരു സ്വാഭാവികമായിട്ട് 20 മിനിറ്റ് വെച്ചേക്കുക. എന്നിട്ട് നമ്മുടെ നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയുക. അത്രയേ ഉള്ളൂ. മുടി നല്ല സൂപ്പറായിട്ട് കിളിച്ച് വരും. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, നമ്മുടെ ആ ഒരു ഹെയർ സിറവെന്നോ പാക്കെന്ന് വിളിക്കാനൊക്കത്തില്ല, ഒരു സിറവായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ്. അപ്പം ഇതിനകത്തിലെന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിലേക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്കാൽപ്പിൽ മാത്രം ചെയ്താൽ മതി. നമ്മുടെ ഹെയറിൽ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ മുടിക്ക് നല്ല കരുത്തുറ്റ മുടി കിളിച്ച് വരണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്കാൽപ്പ് വൃത്തിയാവണം. അപ്പം മെയിനായിട്ടും താരന്, ചൊറിച്ചിൽ, പിന്നെ ഈ പെയിൻ ശല്യം ഇതൊക്കെ മാറാനായിട്ട് സഹായിക്കുന്ന ഒരു നല്ലൊരു മരുന്നാണിത്. അപ്പം നമ്മുടെ മുറ്റത്ത് തന്നെ കിട്ടുന്ന ഒരു പിച്ചാൻ പറ്റുന്ന ഒരു സൂപ്പർ ഒരു മരുന്നാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റിൽ കൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഇത് നമുക്ക് ഒരാഴ്ചയിൽ 3-4 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ താരം മാറും. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ പറയാം. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റ. താങ്ക് യു.